ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫുട് പ്രിന്റ്സ് ഓഫ് എ സോഷ്യൽ വർക്കർ എന്ന ഈ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ പുതിയൊരു സംരംഭം, എൻ്റെ ബൈക്ക് എന്ന് പറഞ്ഞൊരു സംരംഭം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പുറത്തുനിന്ന് നിങ്ങൾ എറണാകുളം വിസിറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഈ വണ്ടി വാടകയ്ക്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എറണാകുളം സിറ്റി കാണുകയും തിരിച്ച് ഇവിടെ ഏൽപ്പിച്ച് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ സ്വന്തം സ്ഥലത്തേക്കും പോകാനുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട്. ഈ ഒരു വീഡിയോയിൽ മൊത്തം ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു എൻ്റെ ബൈക്കിൻ്റെ വിശേഷങ്ങളാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ റിൻഷാൻ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫാണ്. റിൻഷാൻ, എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇത് എക്സ്പ്ലോറേഷൻ എന്റർപ്രൈസ് എന്നാണ് കമ്പനിയുടെ പേര്. ഇത് ഓണർഷിപ്പ് തന്നെ EVM-ലാണ്. EVM ഗ്രൂപ്പാണ് അതിൻ്റെ ഓണർഷിപ്പ് എടുത്തേക്കുന്നത്. നമുക്കിപ്പോൾ സ്റ്റാർട്ട് അയക്കണത് സൗത്തും നോർത്തും റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഓപ്പണിംഗ് അയക്കണത്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ റെയിൽവേ സ്റ്റേഷനിൽ ഓപ്പണിംഗ് ഉണ്ടാവും. നമുക്കിവിടെ അവൈലബിൾ ഉള്ള വണ്ടി എന്ന് പറയുമ്പോൾ സ്കൂട്ടേഴ്സ് ഉണ്ട്. അതായത് ഹോണ്ട ആക്റ്റീവാസ് ആണ് ഇപ്പോൾ ന്യൂ വണ്ടികൾ, അതായത് 60 വണ്ടികളാണ്. ബ്രാൻഡ് ന്യൂ വണ്ടികളാണ് ഹോണ്ട ആക്റ്റീവാസ്. അത് നമുക്ക് വരുന്നത് 4 hours-ആണ് നമ്മുടെ മിനിമം ചാർജ്. 4 hours-ലേക്ക് 256 rupees ഇൻക്ലൂഡിങ് GST ആണ് ചാർജ് ചെയ്യുന്നത്. അതായത് ഒരു വണ്ടി ഇവിടുന്ന് 4 മണിക്കൂറത്തേക്ക് എടുക്കാൻ വേണ്ടി 256 രൂപ വരുത്തുള്ളൂ. 256 മാത്രം അടച്ചാണ്. അതായത് വണ്ടി ഒരു ദിവസത്തേക്ക് ഒരു ദിവസത്തേക്ക് എടുക്കണമെങ്കിൽ 512 രൂപ. ഇതെല്ലാം GST ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് പറഞ്ഞത്. ഒരു ദിവസത്തേക്ക് എത്ര മണിക്കൂറാ? 24 മണിക്കൂർ. 24 മണിക്കൂർ ഇരിക്കണ ടൈം തൊട്ട് 24 മണിക്കൂറത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ 24 hours വണ്ടി നമ്മുടെ കൈ വെക്കാൻ വേണ്ടി 512 അത്രേ ഉള്ളൂ. ഹോണ്ട ആക്റ്റീവയുടെ റേറ്റ് ആണ്. വീക്കിലി മന്തിലേക്ക് പാക്കേജിൽ മാത്രമേ കിലോമീറ്റർ വരുന്നുള്ളൂ. അല്ലാണ്ട് 2-3 ഡേയ്സിനൊന്നും എടുക്കണമെങ്കിൽ കിലോമീറ്റർ ഉണ്ടാവില്ല. നമുക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ ഒരു ദിവസം നമുക്ക് വണ്ടി കിലോമീറ്റർ ഓടിക്കണതിന് പ്രശ്നമില്ല. ഇല്ല. ഇവിടുന്ന് നിയർസ്റ്റ് പെട്രോൾ പമ്പ് വരാനുള്ള പെട്രോൾ പമ്പ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടാവും. ബാക്കി കസ്റ്റമേഴ്സ് എത്ര എന്ന് വെച്ചാൽ ആവശ്യം വെച്ച് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ തരേണ്ടത്? ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇല്ല, ഒന്നും തരണ്ട. പക്ഷെ വരുമ്പോൾ ഒറിജിനൽ ആധാറും ലൈസൻസ് കൈവശം ഉണ്ടായിരിക്കണം. നമുക്ക് ഇവിടെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ബുക്കിംഗ് ഒരു 10 മിനിറ്റത്തെ പ്രോസസ്സ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് വണ്ടി ഇറങ്ങാം. ഈ വണ്ടിയില്ലേ നമ്മുടെ ഹോണ്ട ഇനസ്, ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ഹോണ്ട ഇനസിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ? ഹോണ്ട ഇനസിന് വരുമ്പോ 1500 പ്ലസ് GST കൂടി വരും. ഏകദേശം 1800 അടുത്ത് വരും. അത്രയൊക്കെ വരും. ഓക്കെ, 24 hours നമ്മുടെ കൈ വെക്കാം. പിന്നെ ഈ വണ്ടികൾ എന്ന് പറയുന്നത് എല്ലാം പുതിയ വണ്ടികളാട്ടോ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മുടെ ആക്റ്റീവ എന്ന് പറയുന്നത് 3027 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. പുത്തൻ വണ്ടികളാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഗുണകരമായിട്ട് തോന്നുന്നു. കാര്യം ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും ഇല്ല. വേണ്ട, എല്ലാം പുത്തൻ വണ്ടി ആക്റ്റീവയാണ് ഇവർ പറയുന്നത്. പിന്നെ അതേപോലെ ഇതാണ് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ CB 350 ഇവിടെ ഉണ്ട്. അത് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? അത് 1600 കിലോമീറ്റർ ഓടിയാണ്. 1400 കിലോമീറ്ററോളോ 1600 കിലോമീറ്ററോളമാണ് കറക്റ്റ് ഈ വണ്ടി ഓടിയേക്കുന്നത്. നമുക്ക് ഇവിടെ വരുമ്പോൾ ഹെൽമെറ്റ് കിട്ടുമോ? അതെ, ഞാൻ ഈ റേറ്റ് പറഞ്ഞത് ഒരു ഹെൽമെറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റേറ്റ് ആണ്. ഓക്കെ, നമുക്ക് എക്സ്ട്രാ ഒരു അഡീഷണൽ ഹെൽമെറ്റും കൂടി വേണമെങ്കിൽ പെർ ഡേ 50 rupees ചാർജ് ചെയ്യാം. പെർ ഡേ 50 rupees എക്സ്ട്രാ ഹെൽമെറ്റ് എന്തായാലും ഈ റേറ്റിന്റെ ഒപ്പം ഉണ്ടാവും. അത് മതി. ലോങ് എവിടെന്നെങ്കിലും വരികയാണ്, എറണാകുളത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ വണ്ടിയൊക്കെ ഉപയോഗിക്കാം. അത് ഇവിടെ ഒരു പൾസറാണ്. ഇത് സ്വന്തം വണ്ടിയാണ്. ഓക്കെ, താരിഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടല്ലോ താരിഫ്. ഈ സ്കൂട്ടറിന് എത്രയാണ് എങ്ങനെ വരുന്നത്? സ്കൂട്ടറിന് 1 to 4 hours, അതായത് 4 മണിക്കൂർ വരെ 200 പ്ലസ് GST ആണ്. 200 രൂപ പ്ലസ് GST യും പിന്നെ 1 ഡേക്ക് വന്നത് 400 രൂപ പ്ലസ് GST ആണ്. പിന്നെ നമുക്ക് 7 days ഉണ്ടാവും, 30 days ഉണ്ടാവും. അതായത് വീക്കിലിയും മന്ത്ലിയൊക്കെ ഉണ്ടാവും. നമുക്ക് 7 daysനാണ് 2500 GST യും 30 ദിവസം അതായത് മന്ത്ലിലേക്ക് 7500 പ്ലസ് GST ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ താരിഫ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ചെറിയൊരു എമൗണ്ട് GST ഇവര് 28% ആണ് GST വരുന്നത്. ഓക്കെ, ഇതാണ് താരിഫ് കേട്ടോ. വേറെ പിന്നെ റോയൽ എൻഫീൽഡിന്റെ ബൈക്സ് ആണ് ഉള്ളത്. തണ്ടർബേർഡ് 350, സ്റ്റാൻഡേർഡ് 500, ക്ലാസിക് 350. ഓക്കെ, ഇത്രയും വണ്ടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഹോണ്ടയുടെ ലിവോ എന്ന് പറഞ്ഞൊരു ബൈക്കും കൂടിയുണ്ട്. കമ്പ്യൂട്ടർ ബൈക്കാണ്. ഓക്കെ, അതുകൂടി നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ എവിടെയൊക്കെയാണ് ഉള്ളത്? റെയിൽവേ സ്റ്റേഷൻ ടൗൺ 2 സ്ഥലങ്ങളിൽ 2 ബൈക്ക് ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്ക് ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഒന്ന് പറഞ്ഞുതരാമോ? ഇവിടെ ബുക്കിംഗ്സ് എടുക്കാണ്ട് പ്രീ ബുക്കിംഗ് നമുക്ക് സൈറ്റ് ഉണ്ട്. caferights.com എന്നാണ് സൈറ്റിന്റെ പേര്. caferights.com. ഓക്കെ, caferights.com സൈറ്റ് വഴി ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പർ ഉണ്ട് 755-8909-755. ഓക്കെ, ഇതാണ് നമ്പർ 755-8909-755. ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ബുക്കിംഗ് എടുക്കാൻ പറ്റും. ബുക്കിംഗ് നേരത്തെ നമ്മളിപ്പോൾ ട്രെയിൻ കയറി വരികയാണെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ അവൈലബിലിറ്റി ഒക്കെ അറിയാൻ പറ്റും.
ഓക്കെ, അത്രയും ധാരാളം അത്രയും ഡീറ്റെയിൽസ് എന്തായാലും ഷെയർ ചെയ്ത് വളരെ സന്തോഷം. യെസ്, നമ്മുടെ പേരെന്താ? എൻ്റെ പേര് ശ്രീനാഥ്. ശ്രീനാഥ്, എവിടെ നിന്ന് വരുന്നു? ഞാൻ കണ്ണൂരാണ്. കണ്ണൂര്. റെന്റ് എടുക്കാൻ വേണ്ടി വന്നാണോ? റെന്റ് എടുക്കാൻ വേണ്ടി. ഉപകാരപ്പെടുന്ന സംഭവമാണോ? ഇത് നമുക്ക് അത്യാവശ്യം നമ്മുടെ ആവശ്യങ്ങളിൽ നടക്കും, എവിടെ പോകാനും വരാനും നല്ലൊരു കാര്യം തന്നെ ആണല്ലേ. എൻ്റെ ബൈക്ക് എന്നുള്ള സംരംഭം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സേവനം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് റിൻഷാനാണ്. റിൻഷാന് താങ്ക് യു സോ മച്ച്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്ന വിശ്വാസത്തോടെ സാനോജോസ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.